students, welcome to another session of online class. നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക് ഡിബഞ്ചേഴ്സ് ആണ്. അപ്പോൾ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ ജേണൽ എൻട്രീസ് ഷെയർ ഇഷ്യൂ ജേണൽ എൻട്രീസുമായിട്ട് ഏറെക്കുറെ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ്, എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് നെയിം. ഷെയർസ് എന്ന് പറയുന്നിടത്ത് ഡിബഞ്ചേഴ്സ് എന്നുള്ള ഒരു മാറ്റം ഒഴികെ ബാക്കിയെല്ലാം തന്നെ എന്താണ്, സെയിം ആണ്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ സെയിം ആണ്. അതേസമയം റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് കൂടി അല്ലെങ്കിൽ റിഡംഷൻ ഡീറ്റെയിൽസ് കൂടി തന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ പരിഗണിച്ച് ജേണൽ എൻട്രി എഴുതുമ്പോൾ അതിൽ വലിയ മാറ്റം സംഭവിക്കാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ തൽക്കാലം നമുക്ക് റിഡംഷൻ നമ്മൾ എടുത്തു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് മാത്രം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെയും ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെയും ജേണൽ എൻട്രീസ് സെയിം ആണ്, പേരിൽ മാത്രമേ മാറ്റൂ. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ആണ്. ഷെയർസ് നമുക്കറിയാം, കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് ഷെയർസ് നമുക്ക് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. അതേസമയം അങ്ങനെ ഒരു പ്രൊവിഷൻ എന്തിന്റെ കാര്യത്തിലില്ല, ഡിബഞ്ചേഴ്സിന്റെ കാര്യത്തിലില്ല. ഡിബഞ്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം. അങ്ങനെ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാലോ, ഡിസ്കൗണ്ട് വരുന്ന സമയത്ത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ക്യാപിറ്റൽ ലോസ് ആയിട്ടാണ് എന്തിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഡിബഞ്ചേഴ്സിന്റെ ഡിസ്കൗണ്ടിനെ ട്രീറ്റ് ചെയ്യും. ഇങ്ങനെ വരുന്ന ക്യാപിറ്റൽ ലോസ് നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിൽ നിന്നോ അതല്ലെങ്കിൽ P&L അക്കൗണ്ടിലൂടെയോ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഓഫ് ചെയ്യാം. അത് ഡിബഞ്ചർ റിഡംഷൻ പീരീഡിന് മുൻപായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വെച്ച് ആ സമയത്തിന് മുൻപായിട്ട് എന്ത് റൈറ്റ് ഓഫ് ചെയ്യണം, ഈ ഡിബഞ്ചർ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, എന്താണ് ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് ആദ്യം നമുക്ക് നോക്കണ്ടേ. 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചർ 95 രൂപയ്ക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യാം. 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചർ 95 റുപ്പീസിന് നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, കമ്പനി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ 5 രൂപയാണ് അവിടെ ഡിസ്കൗണ്ട്. ഈ 5 രൂപ വെച്ച് നമുക്ക് എന്ത് ചെയ്യുന്ന എല്ലാ ഡിബഞ്ചറിനും നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ 5 രൂപയെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, ക്യാപിറ്റൽ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ആ ക്യാപിറ്റൽ ലോസ് നമ്മൾ എവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ബാലൻസ് ഷീറ്റില് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നുള്ള ഹെഡില് മെയിൻറ്റെയിൻ ചെയ്യും. അത് നമുക്ക് എന്ത് ചെയ്യാം, അക്കോർഡിംഗ് ടു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഇഷ്യൂ വെച്ച് ഡിബഞ്ചർ റിഡംഷൻ ഡേറ്റിന് മുൻപായിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അത് ബോർഡിൽ നമുക്ക് വർക്ക് ചെയ്യാം. പേജ് നമ്പർ 144 ഇല്ലസ്ട്രേഷൻ 6. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. AK Limited issued 2012% debentures of ₹100 each at a discount of 10% payable as follows: on application ₹25, on allotment ₹45, on first and final call ₹20. Past journal entries in the books of the company on the assumption that all installments were duly received. ഇതൊരു സാധാരണ ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കൗണ്ട് വരുന്നത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഓർഡിനറി ക്വസ്റ്റ്യൻ ആണ്. നമുക്കിത് ബോർഡിൽ വർക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒരു ഓർഡിനറി ക്വസ്റ്റ്യൻ തന്നെയാണ്, ജേണൽ വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സമ്മറി നമുക്ക് നോക്കാം. ഫേസ് വാല്യൂ 100 രൂപയാണ് ഫേസ് വാല്യൂ. ഡിസ്കൗണ്ട് 10% പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. അപ്ലിക്കേഷൻ മണി 25 രൂപ, അലോട്ട്മെൻറ്റ് മണി 45 രൂപ, ദെൻ ഫൈനൽ കോള് 20 രൂപ. 5 5
10, ബാക്കി 1, 4 ഉണ്ട് 6 ഉണ്ട് 8 1 9, 90 രൂപ. ഇനി ഡിസ്കൗണ്ട് നമുക്ക് നോക്കാം. എത്രയാണ്? 100 രൂപയാണ് ഫേസ് വാല്യൂ. അതിൻ്റെ 10% നേരത്തെ ചെയ്തതാണ്. ഈസിക്കൽ ടു ₹10. 10 രൂപയാണ് ഡിസ്കൗണ്ട്. 90 രൂപയാണ് നമുക്ക് അത് കഴിച്ച് കിട്ടുന്നത്. അത് അലോട്ട്മെൻറ്റിൻ്റെ ഒപ്പമാണ് നമ്മൾ അലൗ ചെയ്യുന്നു. അലോട്ട്മെൻറ്റ് റിസീവ് ചെയ്യുന്നതോടൊപ്പമാണ്, അലോട്ട്മെൻറ്റ് മണിയുടെ ഒപ്പമാണ്. അപ്പോൾ റിയൽ അലോട്ട്മെൻറ്റ് മണി എന്ന് പറയുന്നത് 55 ആണ്. അതിൽ 10 റുപ്പീസ് നമ്മൾ ഡിസ്കൗണ്ടായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടാണ് 45 നമ്മൾ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് പോകാം. സാധാരണ പോലെ ആദ്യം അപ്ലിക്കേഷൻ മണി കിട്ടുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. നമ്പർ ഓഫ് ഡിബെഞ്ചേഴ്സ് 2000 ആണ്. 2000 ഇൻറ്റു അപ്ലിക്കേഷൻ മണി 25 ആണ്. Then 25 into 2000, 50,000. 50,000 to 12% debenture application account amount 50,000. Narration being application money received. Being application money received. അത് കഴിഞ്ഞു. അപ്ലിക്കേഷൻ മണി കിട്ടിയത് എവിടേക്ക് മാറ്റണം? ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിന് സാധാരണ പോലുള്ള ജേണൽ എൻട്രി തന്നെ 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 50,000 ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അല്ല, ഡിബഞ്ചേഴ്സ് അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ. അപ്ലിക്കേഷൻ മണിയാണ് മാറ്റേണ്ടത്. അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 50,000. നരേഷ് എഴുതുന്നു എന്താണ്? ബീയിങ് അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ്. അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ചെയ്താൽ അടുത്തത് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കുന്ന ജേണൽ എൻട്രിയാണ്. ഈ ഡ്യൂ ആക്കുന്ന ജേണൽ എൻട്രിയിലാണ് നമ്മൾ ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജേണൽ എൻട്രി. ഇനി വരാൻ പോകുന്നതാണ്. എന്താണ്? 12% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ. 12% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ. എത്ര രൂപയാണ് നമ്മുടെ അടുത്തുള്ളത്? അലോട്ട്മെൻറ്റ് 45 ആണ്. നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് എത്രയാണ്? 2000 ആണ്. 2000 ഇൻറ്റു 45. 45 ഇൻറ്റു 9 എത്രയാണ്? 2045 ഇൻറ്റു 2 90,000. 90,000. ഇനി ഡിസ്കൗണ്ട് അല്ലേ? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. ബ്രാക്കറ്റിലെ 2000 ഡിബഞ്ചേഴ്സ് തന്നെ എത്ര രൂപയാണ്? 10 രൂപ. ദാറ്റ് ഈസ് 20,000. 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 2000 ഇൻറ്റു 55. ദാറ്റ് ഈസ് 1,00,000.
10,000. നരേഷ് എഴുതുക. ബീയിങ് അലോട്ട്മെൻറ്റ് ഡ്യൂ with a discount of ₹10, being allotment due with a discount of ₹10. ഒരു ഡിസ്കൗണ്ട് 10 രൂപയോടുകൂടി അലോട്ട്മെൻറ്റ് ഡ്യൂ ആയിട്ടുണ്ട്. ഇനി അതിൽ മാറ്റങ്ങളൊന്നും തന്നെയില്ല. സാധാരണ പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. എത്ര രൂപ നമുക്ക് കിട്ടുള്ളൂ? 90,000 കിട്ടുള്ളൂ. ബാക്കി 20,000 രൂപ ഡിസ്കൗണ്ടായിട്ട് അലൗ ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു 12% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ക്രെഡിറ്റ് കോളം 90,000. നരേഷ് എഴുതുക. എന്താണ് നരേഷൻ? ബീയിങ് അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ്. ഇത്ര ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഇനി ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മാത്രമേ ഉള്ളൂ, 20 രൂപ. അത് ഡ്യൂ ആക്കുക, റിസീവ് ചെയ്യുക. അതാണ് ഇനി എഴുതേണ്ടത്. പക്ഷെ നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്തിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഇനി ഫൈനൽ കോള് 20 രൂപയാണ്, അത് ഡ്യൂ ആക്കുക. %12 ഡിബഞ്ചർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ. ബ്രാക്കറ്റിൽ 2000 ഡിബഞ്ചേഴ്സ് ആണുള്ളത്. 20 റുപ്പീസാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോള്. ഇപ്പോൾ 40,000. to 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 40,000. നരേഷ് എഴുതുന്നു. ബീയിങ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആയിക്കഴിഞ്ഞാൽ അടുത്ത ജേണൽ എൻട്രി ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ഇനി ഡിനോമിനേഷൻ്റെ ആവശ്യമില്ല. 40,000 to 12% ഡിബഞ്ചേഴ്സ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് 40,000. നരേഷൻ ബീയിങ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ്ഡ്. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ്ഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഓവർ സബ്സ്ക്രിപ്ഷനാണ്. നമുക്കറിയാം ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സിനേക്കാൾ കൂടുതൽ വരുമ്പോഴാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള പോയിന്റ് വരുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഡിബഞ്ചേഴ്സ് 10,000 ആണെന്ന് വിചാരിക്കുക. നമുക്ക് 10,000-നേക്കാൾ കൂടുതൽ അപ്ലിക്കേഷൻസ് കിട്ടുന്ന അവസ്ഥയാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഷെയറിന്റെ കാര്യത്തിൽ
ഓവർ സബ്സ്ക്രിപ്ഷനും പ്രോറാറ്റയും പല ഓൾട്ടർനേറ്റീവ് കേസസ് ഒക്കെ പഠിച്ചതാണ്. പക്ഷെ ഇവിടെ നമുക്ക് അത്രയും ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല. അതേ പ്രോസസ്സ് ഒക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? പ്രോറാറ്റയിൽ ഇഷ്യൂ ചെയ്യാം. എക്സസ് എമൗണ്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം. പ്രോറാറ്റയിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള കേസിൽ വരുന്ന എക്സസ് അപ്ലിക്കേഷൻ മണിയും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അലോട്ട്മെന്റിലേക്കും, അല്ലെങ്കിൽ കമ്പനിക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അലോട്ട്മെന്റിലേക്കും ഫസ്റ്റ് കോളിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡിബെഞ്ചേഴ്സിനേക്കാൾ കൂടുതൽ അപ്ലിക്കേഷൻസ് വരുന്ന പ്രതിഭാസത്തിനെയാണ് എന്തായിട്ട് പറയുന്നത്? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഓവർ സബ്സ്ക്രൈബ്ഡ് ആയി കഴിഞ്ഞാൽ കമ്പനി ഡയറക്ടേഴ്സിന് 2-3 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഒന്നുകിൽ ആദ്യം വരുന്ന അപ്ലിക്കേഷൻസിനെ ഇഷ്യൂ ചെയ്യാം, ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാം? റിജക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? കുറച്ച് റിജക്റ്റ് ചെയ്യാം, ബാക്കിയുള്ളത് എന്ത് ചെയ്യാം? ബാക്കിയുള്ള കൃത്യമായിട്ട് പ്രോറാറ്റ ബേസിസിൽ എന്ത് ചെയ്യാം? ഇഷ്യൂ ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് നേരത്തെ നമ്മൾ ഷെയറിന്റെ കാര്യത്തിൽ പഠിച്ചതാണ്. അതേ അഡ്ജസ്റ്റ്മെന്റ്സ് തന്നെയാണ് ഡിബെഞ്ചേഴ്സിന്റെ കാര്യത്തിലുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് പ്രോറാറ്റയുടെ വലിയ അഡ്ജസ്റ്റ്മെന്റിലേക്കൊന്നും പോകാനുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. നമുക്ക് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ഇവിടെ പഠിക്കാനുള്ളൂ. അപ്പൊ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. കുട്ടികൾ ശ്രദ്ധിക്കുക. പേജ് നമ്പർ 146 ഇല്ലസ്ട്രേഷൻ 7 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ABC Limited issued 10,000 13% debentures of ₹100 each, payable ₹30 on application and ₹70 on allotment. Applications were received for 14,000 debentures. Applications for 9,000 debentures were accepted in full, while applications for 2,000 debentures were allotted 1,000 debentures and the remaining applications were rejected. All the amounts were duly received. Pass journal entries. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇത് ബോർഡിൽ വർക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു സമ്മറി പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡിബെഞ്ചേഴ്സിൻ്റെ നമ്പർ 10,000 നമ്പേഴ്സാണ്. 13% ഡിബെഞ്ചേഴ്സാണ്. ഓഫ് ₹100. അപ്പം 100 രൂപയാണ് വില, 10,000 നമ്പർ. ഇനി അതിനെ അപ്ലിക്കേഷൻ മണി 30 രൂപ, അലോട്ട്മെൻറ്റ് 70 രൂപ, അങ്ങനെ 100 രൂപയാണ്. പക്ഷേ അപ്ലിക്കേഷൻസ് കിട്ടിയത് 14,000 ഡിബെഞ്ചേഴ്സാണ്. ഇതിൽ 14,000 ഡിബെഞ്ചേഴ്സിൽ 9,000 ആക്സെപ്റ്റഡ് ഇൻ ഫുൾ. 9,000 ഫുള്ളായിട്ട് ആക്സെപ്റ്റ് ചെയ്തു. ദെൻ 2,000 ഡിബെഞ്ചേഴ്സ് എന്ത് ചെയ്തു? 2,000 ആപ്ലിക്കൻസിനെ 1,000 ഇഷ്യൂ ചെയ്തു. അപ്പോൾ 9ഉം 2ഉം 11. ബാക്കി എത്രയുണ്ട്? ബാക്കി 3,000 ഉണ്ട്. റിജക്റ്റഡ്. അപ്പം ഇതാണ് അതിൻ്റെ സമ്മറി. ഞാൻ ഒന്നുകൂടി പറയാം. 10,000 നമ്പർ ഓഫ് ഡിബെഞ്ചേഴ്സാണുള്ളത്. ഒരു ഡിബെഞ്ചറിൻ്റെ വില 100 രൂപയാണ്. പേര് അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്നത് 13% ഡിബെഞ്ചേഴ്സാണ്. അപ്ലിക്കേഷൻ മണി 30 രൂപ, അലോട്ട്മെൻറ്റ് മണി 70 രൂപയാണ്. ഇതിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നു. ഓവർ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള പ്രോസസ്സ് എങ്ങനെയാണ് ഉണ്ടാവുക? നമ്പർ ഓഫ് ഷെയർസ് 10,000 ആണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എക്സസ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ കിട്ടുമ്പോഴാണ്
അതിനെ ഓവർ സബ്സ്ക്രിപ്ഷൻ ഉള്ള കേസ് അല്ലെങ്കിൽ ഓവർ സബ്സ്ക്രൈബ്ഡ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ് 4000 ഷെയർസ്. ഇനി അതെങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് താഴെ പറയുന്നത്. 9000 ഷെയർസ് ഇഷ്യൂഡ് ഇൻ ഫുൾ. 9000 അപ്ലിക്കൻസ്, ഷെയർസ് അല്ല കേട്ടോ, 9000 ഡിബഞ്ചേഴ്സ്, 9000 അപ്ലിക്കൻസ് ഇഷ്യൂഡ് ഇൻ ഫുൾ. 9000 അപ്ലിക്കൻസ് അല്ലെങ്കിൽ 9000 അപ്ലിക്കേഷൻസ് അയച്ച ആളുകൾക്ക് മുഴുവനായിട്ടും ഇഷ്യൂ ചെയ്തു. 2000 അപ്ലിക്കേഷൻസിനെ 1000 ഷെയർസ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് 50% ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഇവിടെ എക്സസ് അപ്ലിക്കേഷൻ മണി ഉണ്ടാവും. 1000 ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെങ്കിൽ 1000 ഇൻറ്റു 30,000 രൂപ എക്സസ് അപ്ലിക്കേഷൻ മണി ഉണ്ടാവും ഇവിടെ. അത് നമുക്ക് എന്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം? അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 3000 ഡിബഞ്ചറിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അത് എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. ഇതാണ് സമ്മറി. വേറെ അതിൽ വലിയ അഡ്ജസ്റ്റ്മെൻറ്റുകളില്ല. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ഈ ഒരു കേസ് സെക്കൻഡ് കാറ്റഗറി ഒന്ന് നോക്കാം നമുക്ക്. ഇത് ഫസ്റ്റ് ആണ്, ഇത് സെക്കൻഡ് ആണ്, ഇത് തേർഡ് ആണെന്ന് വിചാരിക്കുക. സെക്കൻഡ് കാറ്റഗറിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ്? 2000 ഡിബഞ്ചറിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് 1000 കൊടുത്തു. അപ്പോൾ അവർക്ക് ദെർഫോർ എക്സസ് അപ്ലിക്കേഷൻ മണി ഉണ്ട്. എക്സസ് മണി എത്രയാ? 1000 അപ്ലിക്കേഷൻസിന് 30 രൂപ വെച്ച് 30,000 രൂപ അവർക്ക് എക്സസ് ആണ്. ഈ എക്സസ് അപ്ലിക്കേഷൻ മണി അവർക്ക് എന്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം? അവർക്ക് ഇവിടെ എത്രയാണ് അലോട്ട്മെൻറ്റ് മണി അല്ലേ? അലോട്ട്മെൻറ്റ് മണി എത്രയാണ്? 1000 × 70, 70,000 അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയിട്ടുള്ളത്. അതിൽ എക്സസ് അപ്ലിക്കേഷൻ മണി ആയിട്ടുള്ള 30,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര വാങ്ങിയാൽ മതി? 40,000 വാങ്ങിയാൽ മതി. അപ്പോൾ എക്സസ് അപ്ലിക്കേഷൻ മണി നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? 30,000 ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാലും മതി കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് മാച്ചിട്ട് പ്രോബ്ലത്തിലേക്ക് പോവാം. സാധാരണ പോലെ തന്നെ നമുക്ക് പ്രോബ്ലം എന്ത് പറഞ്ഞു തുടങ്ങാം? അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നത് മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ജേണൽ എൻട്രി നമുക്ക് എഴുതേണ്ടി വരും. അപ്പോൾ അപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി ആസ് യൂഷ്വൽ എഴുതുക. ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. ഇതിലെ ഡേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഡിനോമിനേഷൻ എത്ര? ഒരു സംശയവും വേണ്ട. 14,000 × 30 തന്നെയല്ലേ എന്ന് നോക്കുക. അതെ, 14,000 ഡിബഞ്ചേഴ്സ് ആണ്. അപ്പോൾ 14,000 × 30 എന്ന് പറയുമ്പോൾ അതിൽ 12, 9, 4, 4 lakh 2. എത്ര ശതമാനം ഡിബഞ്ചേഴ്സാണ്? 13%. 13% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. $4,20,000. നരേഷ് എഴുതുമ്പോൾ ബീയിങ് അപ്ലിക്കേഷൻ മണി അല്ലെങ്കിൽ അപ്ലിക്കേഷൻ റിസീവ്ഡ് ഓൺ 14,000 ഡിബഞ്ചേഴ്സ്. 14,000 ഡിബഞ്ചേഴ്സിന് അപ്ലിക്കേഷൻസ് കിട്ടി. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് 14,000 ഡിബഞ്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? അത് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാം? അടുത്ത ജേണൽ എൻട്രിയിൽ എഴുതുക 13% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ. Application account debtor 4,20,000 to 13% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എത്രയാണ്?
റിയൽ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻറ്റു റിയൽ അപ്ലിക്കേഷൻ മണി is equal to 3 lakh. To 13% debenture allotment account എത്രയാണ്? എക്സസ് അപ്ലിക്കേഷൻ മണി ആയിട്ടുള്ള 1000 ഷെയറിന് 30 രൂപ വെച്ച് 30,000. ടു ബാങ്ക് അക്കൗണ്ട് റിട്ടേൺ ചെയ്യുന്ന എത്ര ഷെയറിൻ്റെയാണ്? 3000 ഷെയറിന് 30 രൂപ വെച്ച് 90,000. അപ്പോൾ 390 14 420. നരേഷ് എഴുതുക. ബീയിങ് application money transferred to debentures account allotment account and excess applications returned. Excess applications റിട്ടേൺ ചെയ്തു. ഇത്രയൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതണമെന്നില്ല, എങ്കിലും ഇത് നമ്മൾ ഒറ്റ ജേർണൽ എൻട്രിയിൽ ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യാണ് ഉത്തമം എന്ന് പറയുന്നത്. ഇനി അടുത്ത ജേർണൽ എൻട്രി. ഇതിപ്പോൾ തന്നെ മാറ്റണമെന്നില്ല, പിന്നീട് മാറ്റിയാലും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സിസ്റ്റം. അപ്ലിക്കേഷൻ മണി രണ്ടാമത്തെ ജേർണൽ എൻട്രിയിൽ തന്നെ അത് മാറ്റണം ഏറ്റവും ബെറ്റർ. അടുത്തത് എന്ത് ചെയ്യാം? അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കുക, അത് റിസീവ് ചെയ്യാം. 13% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ബ്രാക്കറ്റിലെ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് എത്രയാണ്? 10,000 ഇൻറ്റു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് മണി എത്രയാണ്? 70, 7 ലക്ഷം. ടു 13% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 7 ലക്ഷം. നരേഷ് എഴുതണില്ലേ? ഞാൻ എന്താണ് നരേഷ് എന്ന് പറയാം. 13% അല്ലെങ്കിൽ എന്താണ്? ഡിബഞ്ചർ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ അല്ലെങ്കിൽ ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡ്യൂ, എന്തായാലും കുഴപ്പമില്ല. ഇനി ഇത് റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. 7 ലക്ഷമാണ് നമുക്ക് കിട്ടേണ്ടത്. അതിൽ ഓൾറെഡി ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? അലോട്ട്മെൻറ്റിലേക്ക് നമ്മൾ 30,000 രൂപ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 7 lakh മൈനസ് 30,000, അപ്പോൾ എത്രയാണ് വരിക? 6,70,000. ടു 13% ഡിബഞ്ചർ എന്താണ്? അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. 13% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് 6,70,000. നരേഷൻ ബാലൻസ് എന്ന് പറയുന്നത് 7 ലക്ഷമാണ് കിട്ടാനുള്ളതിൽ 30,000 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള 6,70,000 രൂപ റിസീവ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് ബാലൻസ് എന്ന് പറയുന്നത്. ബാലൻസ് അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ്. ബാലൻസ് അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ ഈ ഒരു ജേർണൽ എൻട്രി മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയെല്ലാം ഓർഡിനറി കേസസ് ആണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. ആ പേര് പറയുന്ന പോലെ തന്നെ ഡിബഞ്ചേഴ്സ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു. എന്തിന് പകരം? ക്യാഷ് വാങ്ങുന്നതിന് പകരം എന്താണ്? മറ്റ്
അസറ്റ് വാങ്ങുമ്പോഴോ ബിസിനസ് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ ക്യാഷ് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യുന്നു? ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. ഇതാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക്. അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ പൈസ കിട്ടുന്നതിന് പകരം മറ്റ് പ്രോഡക്ട്സോ അസറ്റ്സോ ഒക്കെ കിട്ടുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ അതിനെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിളായിട്ട് ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുകയാണ്. അതിന് ക്യാഷ് പേ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യുന്നു? ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു, അല്ലേ? അപ്പോൾ അതിനെ ആദ്യത്തെ ജേണൽ എൻട്രി എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും അസറ്റ് പർച്ചേസ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? അസറ്റ് പർച്ചേസ് ചെയ്യുന്ന ജേണൽ എൻട്രി എഴുതുന്നു. പിന്നെ ആരിൽ നിന്നാണോ അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വെൻഡർക്ക് ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് പോലെയുള്ള ജേണൽ എൻട്രി എഴുതുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഇതേ സെയിം ടൈപ്പ് ജേണൽ എൻട്രി ഷെയർസിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്താണ് നമുക്ക് ഈ ടോപ്പിക് എന്താണെന്ന് നോക്കാം. എ കമ്പനി ഇഷ്യൂസ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ജസ്റ്റ് ആസ് ഷെയർസ്. For example, a company may purchase assets from the vendor and issues its debentures in exchange. ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്ന്, ഒരു കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് അസറ്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ക്യാഷ് കൊടുക്കുന്നതിന് പകരം എന്ത് ഇഷ്യൂ ചെയ്യുന്നു? ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. നമുക്ക് എന്തൊക്കെയാണ് ജേണൽ എൻട്രീസ് നോക്കാം. എൻട്രി ഫോർ ദ പർച്ചേസ് ഓഫ് വേരിയസ് അസറ്റ്സ് ഓർ മെഷീനറീസ്. അസറ്റ്സോ മെഷീനറീസൊക്കെ വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ വാങ്ങുന്ന സമയത്തുള്ള എൻട്രി എന്താണ്? അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു വെൻഡർ അക്കൗണ്ട്. വെൻഡർന്ന് നമ്മളിവിടെ പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ പേരോ അല്ലെങ്കിൽ എന്താണ്, ആരിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേരറിയാത്ത കാരണം കൊണ്ടാണ്. അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു വെൻഡർ അക്കൗണ്ട്. സെക്കൻഡ് പോയിൻറ്റ്, എൻട്രി ഫോർ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. എൻട്രി ഫോർ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൽ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എന്തായിട്ട് എഴുതുന്ന ജേണൽ എൻട്രീസ്. ഡിബഞ്ചേഴ്സിന് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്നുള്ള ജേണൽ എൻട്രി അല്ലെങ്കിൽ എന്നുള്ള ഹെഡിൽ എഴുതുന്ന ജേണൽ എൻട്രിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് മേ ബി ഇഷ്യൂഡ് അറ്റ് പാർ, അറ്റ് പ്രീമിയം ഓർ അറ്റ് ഡിസ്കൗണ്ട്. ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്നത് പാർ വാല്യൂവിലും പ്രീമിയത്തിലും ഡിസ്കൗണ്ടിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇഷ്യൂ ചെയ്യാം. ഇനി ഈ ടോപ്പിക്ക്, ഈ അതർ ദാൻ ക്യാഷ് എന്നുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം ഞാൻ വായിക്കാം. എ കമ്പനി, പ്രോബ്ലത്തിൻ്റെ പേജ് നമ്പർ 147 ഇല്ലസ്ട്രേഷൻ 8 ആണ്. എ കമ്പനി പർച്ചേസ്ഡ് അസറ്റ്സ് ഓഫ് ദ ബുക്ക് വാല്യൂ ഓഫ് ₹99,000 from another firm. It was agreed that the purchase consideration be paid by issuing 11% debentures of 100 each. Assume debentures have been issued, first point at par, second point at a discount of 10%, third point at a premium of 10%. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നതും നമുക്ക് ബോർഡിൽ ചെയ്യാം. പ്രോബ്ലം ഇങ്ങനെ വായിച്ചാൽ പോരാ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യുന്നതും പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നതും നമുക്ക് ബോർഡിൽ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റിനെ ജേണൽ എൻട്രി വരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഒരു സമ്മറി നമ്മൾ എഴുതേണ്ടത് നിർബന്ധമാണ്. കാരണം എന്താണ് ക്വസ്റ്റ്യൻ എന്നറിയണ്ടേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ അസറ്റ് വാങ്ങുകയാണ്. 99,000 രൂപയുടെ അസറ്റ് വാങ്ങി. അസറ്റ് വാങ്ങുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു പെന്ന് വാങ്ങുമ്പോൾ പെൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് വരിക. അപ്പോൾ അസറ്റ് വാങ്ങുമ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. പക്ഷേ ഇവിടെ ക്യാഷ് അല്ല കൊടുക്കുന്നത്. ഇവിടെ എന്താണ് കൊടുക്കുന്നത്? ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ 99,000. ഇത് വേറെ എഴുതാട്ടോ, ഒരു സമ്മറി എഴുതാൻ വേണ്ടിയിട്ടാണ്. ടു വെൻഡർ അക്കൗണ്ട്. വെൻഡർ അക്കൗണ്ട് എന്ന് പറയാൻ കാരണം ഇത് ക്രെഡിറ്റ് എത്രയാണ്? 99,000. വെൻഡർ അക്കൗണ്ട് എന്ന് പറയാൻ കാരണം നമുക്കിവിടെ പേഴ്സൻ്റെ പേര് പറഞ്ഞിട്ടില്ലേ, കമ്പനി പർച്ചേസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
ബി ആൻഡ് കമ്പനിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയെന്ന് പറഞ്ഞാൽ ഇവിടെ വെൻഡർ എന്നുള്ളതിന് പകരം ബി ആൻഡ് കമ്പനി ഒക്കെ അവിടെ നിന്ന് എഴുതാം. ഇത്രയേ ഉള്ളൂ. ഇനി പറഞ്ഞിട്ടുള്ള ഇതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് എഗ്രീഡ് ദാറ്റ് പർച്ചേസ് കൺസിഡറേഷൻ, ഈ എമൗണ്ട് 99,000 നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് പകരമായിട്ട് നമ്മൾ 11% ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. ഇഷ്യൂ 11% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്. ഇതാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മളോട് നമ്പർ പറഞ്ഞിട്ടില്ല. നമ്പർ പറയാതെ ഇഷ്യൂ ചെയ്തിരിക്കും 100 രൂപയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് 3 കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ അറ്റ് പാർ. രണ്ടാമത്തെ കണ്ടീഷൻ അറ്റ് ഡിസ്കൗണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ അറ്റ് പ്രീമിയം. പ്രീമിയം എത്രയാണ്? 10%. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇതിൽ അറ്റ് പാർ എന്ന് പറയുമ്പോൾ 100 രൂപയുടെ അല്ലെങ്കിൽ എന്താണ് 100 രൂപയുടെ ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അറ്റ് പാർ എന്ന് പറയുമ്പോൾ 100 രൂപയാണ് ഒരു ഡിബഞ്ചറിന്. അങ്ങനെ എത്ര നമ്പേഴ്സാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതറിയാൻ വേണ്ടി നമുക്ക് എളുപ്പവഴിയുണ്ട്. എന്താണ്? 99,000 രൂപയാണ് നമുക്ക് വേണ്ടത്. അതിനെ എന്താണ് എമൗണ്ട് ഓഫ് ഡിബഞ്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടി ഈക്വൽ ടു 990 ഡിബഞ്ചേഴ്സ്. ആദ്യത്തെ കേസിലെ 990 ഡിബഞ്ചർ. ഇതാണ് ഈ ഇത്തരം ടൈപ്പ് ക്വസ്റ്റ്യനിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതാണ്, ബാക്കിയൊന്നും അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. ജേണൽ എൻട്രി എഴുതാന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അസറ്റ് അക്കൗണ്ട് അറ്റ് വെൻഡർ അക്കൗണ്ട്. രണ്ടാമത്തെ ജേണൽ എൻട്രി വെൻഡറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ വെൻഡർ അക്കൗണ്ട് അറ്റ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് എഴുതിയാൽ മതി. പക്ഷേ നമ്പർ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. രണ്ടാമത്തെ കേസിൽ 100 രൂപ വരെയുള്ള ഡിബഞ്ചറിന് 10% ഡിസ്കൗണ്ടാണ്. 10 രൂപ ഡിസ്കൗണ്ട് കഴിച്ച് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 90 രൂപയാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 90 രൂപയാണ് വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 99,000നെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടി? 1100 ഡിബഞ്ചേഴ്സ്. ഇവിടെ പ്രീമിയം 10% എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 100 + 10. 10% എന്ന് പറഞ്ഞാൽ 10 രൂപയാണല്ലോ. അപ്പോൾ 110 രൂപയാണ്. അപ്പോൾ എത്ര ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെയും എന്ത് ചെയ്യുക? 9,900 ആണ്. 99,000 ആണ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ട അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടുന്ന എമൗണ്ട്. അതിനെ 110 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 900 ഡിബഞ്ചേഴ്സ്. 900 ഡിബഞ്ചേഴ്സാണ് നമ്മൾ അവിടെ ഇഷ്യൂ ചെയ്യേണ്ടത്. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് ജേണൽ എൻട്രി എഴുതാൻ പറ്റും. അപ്പോൾ ഇത് കുട്ടികൾ എന്ത് ചെയ്യുക? വർക്കിംഗ് നോട്ടിൽ ഇത് മനസ്സിലാക്കി എഴുതി വയ്ക്കുക. പല ക്വസ്റ്റ്യനിലും ചിലപ്പോൾ നമ്പറുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ചു കൊടുക്കുന്ന എമൗണ്ടിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്തിട്ട് ഇത് ജേണലൈസ് ചെയ്യാം. നമുക്ക് ജേണലൈസ് ചെയ്യാൻ നേരത്തെ എഴുതിയ ജേണൽ എൻട്രി എഴുതാം. അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. അസറ്റ് അക്കൗണ്ട് ഡെറ്റർ. എത്ര രൂപയുടെ അസറ്റാണ്? നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബുക്ക് വാല്യൂ എത്രയാണ്, അതിൻ്റെ വില കൊടുക്കേണ്ടുന്ന എമൗണ്ട് എത്രയാണ്, അതാണ്.
ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയതെന്നുള്ള പേരറിയാത്ത കാരണം കൊണ്ട്, പേര് പറയാത്ത കാരണം കൊണ്ട് നമ്മൾ വെൻഡർ അക്കൗണ്ട് എന്നെഴുതാം. വെൻഡർ, സെല്ലർ എന്നുള്ള അർത്ഥത്തിൽ വെൻഡേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റ് കോളം, അതിൻ്റെ വാല്യൂ 99,000. ബീയിങ് അസറ്റ് പർച്ചേസ്ഡ്, അസറ്റ് വാങ്ങി. ഇനി അസറ്റ് വാങ്ങിയിട്ട് നമ്മൾ കൊടുക്കുന്നത് 3 കേസ് നമുക്ക് വേണം. 3 കേസ് നമുക്ക് വേണം അസറ്റ് വാങ്ങിയിട്ട് റീപേ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് കേസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. 990 ഡിബഞ്ചേഴ്സാണ് നമുക്ക് ആവശ്യം. ജേണൽ എൻട്രിയിലൊന്നും മാറ്റം വരില്ല. വെൻഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 990 ഇൻറ്റു 100, അപ്പോൾ 99,000 ടു എത്ര ശതമാനം ഡിബഞ്ചേഴ്സാണ്? ടു 11% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. to 11% debentures account. നരേഷ് എഴുതുക. being issue of 990 11% debentures of rupees 100 each. 990 ഡിബഞ്ചർ 100 രൂപയിൽ ഇഷ്യൂ ചെയ്തു. 11% ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. ഈച്ച് ടു ദ വെൻഡർ എന്ന് എഴുതാം. ഈച്ച് ടു ദ വെൻഡർ. അടുത്തത് സെക്കൻഡ് കേസ്. സെക്കൻഡ് കേസ് നമ്മൾ കണ്ടെത്തി എന്താണ്? ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 1100 ഡിബഞ്ചർ വേണം. നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് കൂടുതൽ വേണം. ദെൻ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. വെൻഡർക്ക് കൊടുക്കാനുള്ള അപ്പോഴും കൊടുക്കണം. വെൻഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 1100 ഡിബഞ്ചറാണ്. ഇൻറ്റു എത്ര രൂപയിലാണ് ഡിസ്കൗണ്ട് വരുന്നത്? നമുക്കറിയാം 10%. അപ്പോൾ 90 രൂപയാണ്. ഒരു കാര്യം കൂടി എഴുതണം. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 1100 ഇൻറ്റു 10. $11,000 to 11% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 1100 ഇൻറ്റു 100 1,10,000. നരേഷ് എഴുതാം. ബീയിങ് ഇഷ്യൂ ഓഫ് 1,100 ഡിബഞ്ചേഴ്സ് of rupees 100 each at a discount of 10% to vendor. 10% ഡിസ്കൗണ്ടിന് 1100 ഡിബഞ്ചർ വെൻഡർക്ക് ഇഷ്യൂ ചെയ്തു. തേർഡ് കേസ്.
തേർഡ് കേസ് നമുക്കറിയാം പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഡിബഞ്ചേഴ്സ് മതി. ഫേസ് വാല്യൂവിൽ ഇഷ്യൂ ചെയ്യുന്നതിനേക്കാൾ കുറവ് ഡിബഞ്ചേഴ്സ് മതിയാകും. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ് വെൻഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 900 into 100. $100 plus 10. $99,000 to 11% debentures account. എത്രയാണ്? ഡിബഞ്ചേഴ്സിലേക്ക് ഇത് മാത്രമേ പോകാൻ പാടുള്ളൂ. ടു പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 900 into 10, 9,000. നറേഷൻ ഇവിടെ എഴുതാൻ സ്പേസ് ഇല്ല, ഞാൻ പറഞ്ഞു തരാം. ബീയിങ് ഇഷ്യൂ ഓഫ് 900 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each at a premium of 10% to vendor. ഒന്നുകൂടി പറയാം. ഇഷ്യൂ ഓഫ് 900 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each with a premium of 10% to vendor. 100 രൂപയുടെ ഡിബഞ്ചർ 10 രൂപ പ്രീമിയത്തിൽ 900 നമ്പേഴ്സ് ആർക്ക് ഇഷ്യൂ ചെയ്തു? വെൻഡർക്ക് ഇഷ്യൂ ചെയ്തു. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ.